അഭിനയിക്കുമ്പോൾ എനിക്ക് അഭിനയത്തേക്കാൾ കൂടുതൽ ഡ്രൈവിങ്ങാണ് പഠിപ്പിച്ചു തന്നത്. കാരണം ബെൻസ് കാറിലിരിക്കുമ്പോൾ മമ്മൂക്ക ഫസ്റ്റ് ഇട്ടിട്ട് വേണം സെക്കൻഡ് ഇടാൻ, സെക്കൻഡ് ഇട്ടിട്ടല്ല ഫസ്റ്റ് ഇടേണ്ടത് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയും മമ്മൂക്ക ഞാൻ അഭിനയിക്കാനാണ് ഇരിക്കുന്നത്, ഡ്രൈവിംഗ് പഠിക്കാനല്ല. പക്ഷേ മമ്മൂക്ക നല്ലൊരു ബെസ്റ്റ് ഡ്രൈവറാണ്, അപ്പോൾ ഡ്രൈവിംഗ് ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് രണ്ട് കാര്യമാണ് അന്ന് നടന്നത്. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ അഭിനയം പഠിക്കുന്നതിനോടൊപ്പം ഡ്രൈവിംഗ് ഞാൻ പഠിച്ചു എന്നുള്ളതാണ്. നല്ല ഡ്രൈവിംഗ്. അതൊരു ഡ്രൈവറാണ് സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞൊരു ഡ്രൈവർ, തൃശ്ശൂർക്കാരനായ, ഒരു ടീഷർട്ടും ലുങ്കിയും കൊടുക്കുന്ന. സാധാരണ ഈ ഫ്രണ്ട്സൊക്കെ ദുബായിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ ഒരു ടീഷർട്ട് അയച്ചു കൊടുക്കും. അതിട്ടതിന് ശേഷം മുണ്ടെടുത്ത് ലുങ്കി കൊടുത്തിട്ട് പശുവിനെ തീറ്റിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ രഞ്ജിത്ത് സാറ് എന്നെ മോൾഡ് ചെയ്തെടുത്താണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഉപകരണമായി മാറുകയായിരുന്നു. കാരണം സുബ്രഹ്മണ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ആ ഡ്രസ്സൊക്കെ തന്നതിന് ശേഷം ഇങ്ങനെ മമ്മൂക്ക പ്രാഞ്ചിയേട്ടൻ്റെ ഡ്രൈവറാണ്, എപ്പോഴും കൂടെ സഞ്ചരിക്കുന്ന. അദ്ദേഹത്തിൻ്റെ നിഴലെന്നല്ല, വളരെ ഒരു സ്ഥാനമുള്ള ഒരാളാണ്. അപ്പോൾ കൂടെ സഞ്ചരിക്കും. പക്ഷേ ഈ ഷൂട്ടിംഗ് തുടങ്ങി 3ാമത്തെ ദിവസമാണ് എൻ്റെ അടുത്ത് കൈപിടിച്ചിട്ട് രഞ്ജിത്ത് സാറ് പറഞ്ഞത്, നീ ഇന്നാണ് സുബ്രഹ്മണ്യനായി തീർന്നത്, 2 ദിവസം മുമ്പ് നീ ആരെയൊക്കെയോ അനുകരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ എല്ലാ ഇതിലും സുബ്രഹ്മണ്യനായിരുന്നു. പിന്നെ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ക്യാരക്ടറിലേക്കാണ് ഞാൻ മാറുന്നത്. ഇപ്പം അറിയാതെ സംഭവിക്കുന്നതാണ്. ഞാൻ ഒരുപാട് പേരെ അനുകരിച്ചിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഒരു മാനസം വരുന്നത്. പക്ഷേ പ്രാഞ്ചിയേട്ടൻ കണ്ടതിന് ശേഷം ആരും ഒരാളെ അനുകരിക്കുന്ന പോലെ തോന്നിയെന്ന് പറഞ്ഞിട്ടില്ല. കാരണം തൃശ്ശൂർ ഭാഷ പറയുന്ന ഒത്തിരി പേര് മലയാള സിനിമയിലുണ്ട്. ഇന്നസെൻ്റ് ഏട്ടനുണ്ട്, മണിച്ചേട്ടനുണ്ട്, ഈ ചാലക്കുടി ഭാഷ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചായ്വുള്ള ഒരു ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണത്. പക്ഷേ അതുമായിട്ട് യാതൊരു പുലബന്ധം ഉണ്ടായില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ്. ഷോർട്ട് ഈ മിംസ് ആക്ഷൻ 500 തന്നെയാണ്. അതിൽ അനൗൺസ്മെൻറ്റാണ്, അടുത്തതായിട്ട് ഞങ്ങളുടെ പ്രോഗ്രാം ആരംഭിക്കുന്നു എന്ന് പറയുന്നൊരു ഷോട്ടാണ്. അതാണ് ഫസ്റ്റ് ഷോട്ട്. പ്രാഞ്ചിയേട്ടൻ ഫസ്റ്റ് മമ്മൂക്ക സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ വിറക്കുന്നൊരു ഷോട്ടുണ്ട്. അപ്പോൾ ഞാനും വിറക്കുകയായിരുന്നു അപ്പുറത്തുനിന്ന്. അപ്പോൾ ഫ്രെയിമിലേക്ക് വന്നിട്ട് എല്ലാവരും കൈയടിക്കുമെന്ന് പറയുന്നൊരു ഷോട്ടാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് പ്രാഞ്ചിയേട്ടനിൽ. ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ദേശീയ അംഗീകാരങ്ങൾ നിരവധി തവണ ലഭിച്ചിട്ടുള്ള സിനിമാറ്റോഗ്രാഫർ വേണു സാറ്, പ്രാഞ്ചിയേട്ടൻ്റെ ക്യാമറ. ഞാൻ പുലികളുടെ ഇടയിലൊരു ആട്ടിൻകുട്ടിയായിരുന്നു. കാരണം ഈ വേണു സാർ എന്ന് പറഞ്ഞാൽ നാഷണൽ അവാർഡ് വിന്നറാണ്, മമ്മൂക്ക എന്ന് പറഞ്ഞാൽ നാഷണൽ അവാർഡ് വിന്നറാണ്, ഇപ്പുറത്ത് പ്രിയാമണി നിൽക്കുന്നു നാഷണൽ അവാർഡ് വിന്നറാണ്, രഞ്ജിത്ത് സാറ് നാഷണൽ അവാർഡ് വിന്നറാണ്. എനിക്ക് ക്ലബിൻ്റെ അവാർഡ് പോലും കിട്ടിയിട്ടില്ല ലോക്കൽ. അപ്പോൾ ഒരു ആടിൻ്റെ പോലെയാണ് ഞാൻ, ഇത്രയും സിംഹങ്ങളുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ വേണു സാർ പറഞ്ഞാൽ പെർഫെക്ഷൻ്റെ ആളാണ്. ലൈറ്റിങ്, പ്രാഞ്ചിയേട്ടൻ കാണുമ്പോൾ തന്നെ ക്യാമറ ഉണ്ടോയെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യും. അത്ര കൂളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഉറപ്പ് ഒഴുകുകയാണ്. പിന്നെ ഒച്ച ഉണ്ടാക്കും, ബഹളം ഉണ്ടാക്കും, ഭയങ്കര സ്ട്രിക്റ്റാണ് കാര്യങ്ങൾ, എന്താണോ കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് ഷൗട്ടൊക്കെ ചെയ്യും. പക്ഷേ ഈ പാക്കപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ എന്താ, നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ വർക്കിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റുള്ള ആൾക്കാരാണ് വേണു സാർ. അതിനുശേഷം എസ് കുമാർ എന്ന് പറഞ്ഞ ക്യാമറ പട്ടാളത്തിൽ അദ്ദേഹത്തിനോടൊപ്പം സഹകരിച്ച്. പക്ഷേ യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ടി ക്യാമറ വെക്കുന്നത് ഇന്ത്യൻ റുപ്പി എന്ന ചിത്രത്തിൽ എസ് കുമാർ സാർ എനിക്ക് വേണ്ടി മാത്രം ഒരു ട്രോളിങ് ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഇത്രയും വലിയ വിഖ്യാതരായിട്ടുള്ള ക്യാമറമാൻമാരുടെ മുമ്പിലുള്ള എക്സ്പീരിയൻസ്, അത് ലൈറ്റിങ്ങും എല്ലാം ഞാൻ പറഞ്ഞ ഓരോ സെക്കൻഡ് പോലും പാഴാക്കാതെ അതിനെക്കുറിച്ച് ഞാൻ പഠിക്കുകയായിരുന്നു. തിരക്കഥകൾ ഞാൻ പുസ്തകം മേടിച്ചിട്ട് വായിക്കാറുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അത് ഏതാണെന്ന് MTയുടെ ഒക്കെ തിരക്കഥകൾ വായിച്ചിട്ടുണ്ട്. ആദ്യം അത് പുസ്തക രൂപത്തിൽ ഇറങ്ങും, അത് സിനിമ ഇറങ്ങിയതിന് ശേഷം അതിൽ നിന്ന് പകർത്തി എഴുതുന്ന തിരക്കഥകളാണ്. അല്ലാതെ എന്ന് പറഞ്ഞപ്പോൾ 1-2 തിരക്കഥകൾ ഇതുപോലെ തന്നെ എനിക്കൊരു ക്യാരക്ടർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ വായിച്ചു നോക്കാൻ പറഞ്ഞു. പക്ഷേ ഈ DTP ഒക്കെ എടുത്ത് വളരെ പ്രിപ്പയർഡായിട്ട് വരുന്ന സിനിമകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. സെറ്റിൽ കാലത്തിരുന്ന് എഴുതുന്ന സിനിമകളാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. രഞ്ജിത്ത് സാറ് ആണെങ്കിൽ തന്നെയും ഈ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഷൂട്ടിങ്ങിൻ്റെ ദിവസം ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് പോലും എനിക്ക് ഡയലോഗ് എന്താണെന്ന് അറിയാൻ പറ്റില്ല. സാറ് അവിടെ വന്നിട്ട് ആലോചിച്ചിരുന്ന് എഴുതിയിട്ട് ഇതാണ് ഡയലോഗ് എന്ന് പറയും. ഒരു പക്ഷേ ചിലപ്പോൾ ഷോട്ട് പറഞ്ഞ് ആക്ഷൻ പറഞ്ഞതിന് ശേഷം നീ ഇങ്ങനെ ഒന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് വേറെ ഡയലോഗായിരിക്കും. അത് എന്തോ ദൈവത്തിൽ നിന്ന് കിട്ടുന്നൊരു വൈബ്രേഷനാണ് അദ്ദേഹത്തിലൂടെ. ആ പറഞ്ഞതെല്ലാം മലയാളികളെ ഏറ്റു പറഞ്ഞു എന്നുള്ളതാണ്. പ്രാഞ്ചിയേട്ടനിൽ ഞാൻ പറഞ്ഞ ഡയലോഗും അതുപോലെ തന്നെ ഇന്ത്യൻ റുപ്പിയിൽ. പേടി എപ്പോഴും നമുക്ക് ഒരു സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറഞ്ഞ സാധനം ആർട്ടിസ്റ്റിന് ഇല്ലെങ്കിൽ അവന് സീരിയസ്നെസ് ഉണ്ടാവില്ല. ആ ഒരു ഫ്രൈറ്റ് ഉള്ളിലുണ്ടാവും. അപ്പോൾ ഈ ഒരു ഭയം ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് തിലകൻ ചേട്ടനാണ്. ഇന്ത്യൻ റുപ്പി ചെയ്യുമ്പോഴും നിങ്ങളുടെ ടൈമിംഗ് ഒക്കെ പെർഫെക്റ്റാണ്, ഗംഭീരമാണ്, പക്ഷേ ഉള്ളിൽ ചെറിയൊരു ഭയം കിടപ്പുണ്ട്, അതങ്ങോട്ട് എടുത്തു കളഞ്ഞാൽ നിങ്ങൾ ഗംഭീരമാകുമെന്ന് പറയും. പക്ഷേ ആ ഭയം കണ്ടുപിടിച്ചു എന്നുള്ളതാണ് തിലകൻ ചേട്ടൻ.